കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഡിഗ്രിക്കിനെ ഇനി ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. പക്ഷേ അത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. അപ്പോൾ 2024-25 അധ്യയന വർഷം മുതൽ പുതിയ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾക്ക് പുതിയ നിയമങ്ങൾ വരുവാണ്. ഈ പുതിയ പ്രോഗ്രാമിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നോ? എല്ലാവർക്കും ഇനി ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സിറ്റി പറയുന്ന ഈ ഇന്റേൺഷിപ്പ്? നിയമമനുസരിച്ച് അത് ഇതാണ്. ഇതിന് 2 ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത് തീർക്കണം. പക്ഷേ നിയമത്തിലെ ഒരു വാക്ക് ശ്രദ്ധിക്കണം: ഹാൻഡ്സ് ഓൺ അല്ലെങ്കിൽ ഫീൽഡ് ബേസ്ഡ് ആയിരിക്കണമെന്ന്. ഇതേ സമയം തന്നെ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി മോഡേണായി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് രസം. അവര് ടെക്കുമായിട്ട്, അതായത് കേരളത്തിലെ ടെക് കമ്പനികളുടെ സംഘടനയുമായി ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈയൊരു പാർട്ണർഷിപ്പ് വഴി സ്റ്റുഡൻസിന് ടെക് കമ്പനികളിൽ ഇന്റേൺഷിപ്പ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചില സ്വകാര്യ കമ്പനികൾ ഇന്റേൺഷിപ്പിന് വലിയ ഫീസ് വാങ്ങുന്നുണ്ട്. ഈയൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സർക്കാർ പുതിയ ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പഴയ ചോദ്യത്തിലേക്ക് വരുന്നു. ഹാൻഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ചെയ്യണം എന്നാണോ? ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ. നിയമം പറയുന്നു ഫീൽഡ് ബേസ്ഡ് എന്ന്, പക്ഷേ അറ്റൻഡൻസ് ഓൺലൈനായും എടുക്കാം. അതായത് ഓൺലൈൻ ക്ലാസും ടെക് കമ്പനികളുമായുള്ള സഹകരണവും കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി പുതിയ രീതികളോട് ഓപ്പണാണ് എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിയമം കുറച്ച് പഴയതാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഫ്ലെക്സിബിളാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു കീബോർഡും സ്ക്രീനും വെച്ചുള്ള ജോലി ഒരു ഹാൻഡ്സ് ഓൺ അനുഭവമല്ലേ?